ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇത് മോൻ്റെ സ്കൂളാണ്. ഇവിടെയാണ് അവൻ പഠിക്കുന്നത് കേട്ടോ. അൽ ഹിദായ എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്ക് അവൻ്റെ കുറച്ച് ഫീസ് ഉണ്ട് അടക്കാനായിട്ട്, അതടക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഓഫീസിലേക്ക് പോവാം. അവിടുന്ന് ഫീസ് അടച്ചു. പിന്നെ സെക്കൻഡ് ടൈം ടെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി വാങ്ങിച്ചു കേട്ടോ. മെയിനായിട്ട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെയൊക്കെ നോട്ട് ടെസ്റ്റിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഇതുവരെയുള്ള നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോട്ട് ചെക്ക് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിഷയത്തിനുള്ള ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാത് നോട്ടൊക്കെ അതാത് ടീച്ചർമാരെ കയ്യിൽ കൊടുത്തിട്ട് അവരെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ 1-2 സബ്ജക്റ്റൊക്കെ ഫുള്ളായിരുന്നു. ബാക്കിയൊക്കെ കുറച്ചുകൂടെയൊക്കെ എഴുതാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ടീച്ചർമാരായിട്ട് സംസാരിച്ചു. ഇപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോണിലൂടെയുള്ള ബന്ധം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ചു. പിന്നെ അവിടുന്ന് നേരെ പോയത് ബാങ്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ബാങ്കിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെയും പോയി. എന്തായാലും സ്കൂളിൽ തന്നെ അത്യാവശ്യം സമയം വൈകിട്ടോ. പിന്നെ ഇവിടെ ബാങ്കിലും കുറച്ച് സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ മോൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു ബേക്കറിയിലേക്കാണ് കയറിയത് കേട്ടോ. അപ്പോൾ അവൾക്ക് ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാവധി പുറത്തത്തെ ഫുഡ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. എനിക്ക് അതിനോട് അത്ര താല്പര്യമല്ല. എനിക്ക് താല്പര്യമില്ല എന്നുള്ളൂ, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറേബ്യൻ കുബൂസ് എന്നാണ് കേട്ടോ ഈ സംഭവത്തിൻ്റെ പേര്. കണ്ടിട്ട് ഒരു വെറൈറ്റി ഒക്കെ തോന്നിയെങ്കിലും കഴിക്കാൻ നമ്മൾ ചിക്കൻ റോളിൻ്റെയൊക്കെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ മോളിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൊപ്പൻസ് മോൾ പട്ടാമ്പി കേട്ടോ. ഇതിൽ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അധികം ഇവിടെ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ദിവസം ഇവിടെ നല്ല ഓഫറിലിടാറുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് സെറ്റ് അങ്ങനെ ഒരുപാട് റേറ്റ് കുറവുണ്ടായിരുന്നു. MRPയേക്കാളും നന്നായിട്ട് തന്നെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു ലക്കിന് തന്നെ കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പർച്ചേസിങ്ങിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കണക്കാക്കും. മാക്സിമം അതിൻ്റെ ഉള്ളിലാവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് മിക്കവാറും ചെയ്യുക. പിന്നെ ഇങ്ങനെ ഷോപ്പിലേക്ക് വരുമ്പോൾ ഓഫറിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കും. അത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ സെറ്റാക്കിയതിന് ശേഷം സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് കിഡ്സിൻ്റെ ഷോപ്പിലേക്ക് ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ തൊട്ട വീട്ടിലൊരു കുട്ടിയുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് 2 ജോഡി ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. കിഡ്സിൻ്റെ ഷോപ്പാണ്. ഷോപ്പ് ചെറുതാണെങ്കിലും നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കളുടെ പഠിപ്പ്, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ ഇത് കാണുന്ന ഓരോ വീട്ടമ്മമാർക്കും നമ്മളുടെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്